കടത്തി എന്നത് ഉറപ്പാണ്. അത് എവിടേക്ക് പോയെന്ന് പറയാറായില്ല. അതിനിടയിൽ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന ആക്ഷേപം വന്നു. ആരോപണ വിധേയനായ ഡി മണിയെ SIT തമിഴ്നാട്ടിൽ പോയി കണ്ടു. ആ മണി താനല്ല എന്നാണ് ഈ മണി പോലീസിനോട് പറഞ്ഞത്. അതെ സാർ, അവൻ വലിയ കള്ളക്കാരനാ, സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. ഒരൊറ്റ കാര്യം മാത്രം, ഇപ്പൊ നേരിട്ട് താങ്കൾ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചിത്രത്തിലേക്ക് വന്നല്ലോ. ഒരൊറ്റ കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ചടങ്ങിലേക്ക് ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിലേക്ക് ഈ പോറ്റി വന്നത് എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. ഇവിടെ AI ക്യാമറയ്ക്കെതിരെ ഹൈക്കോടതി പോയ, ജലമെട്രോയ്ക്കെതിരെ ഹൈക്കോടതി പോയ, അതുപോലെ തന്നെ തുരങ്കപാതക്കെതിരെ ഹൈക്കോടതി പോയ, അതുപോലെ കെ ഫോണിനെതിരെ ഹൈക്കോടതി പോയ ഇതേ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പാടില്ല, CBI വേണമെന്ന് പുറത്തു പറയുന്നു? പക്ഷേ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്, അയാൾ വെറും പാവമാണ് സാർ. പോറ്റിയെ കയറ്റിയത് സഹാക്കളാണെന്നാണല്ലോ ഇവിടെ വലിയ ഉത്തരം. ആ ഉത്തരമാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനമാക്കി വലിയ തരത്തിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോറ്റിയെ കയറ്റിയത് 2016 മുമ്പാണ്. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. അത് 2014 മുമ്പാണ്. 2014 മുമ്പ് എന്ന് പറയുമ്പോൾ 2011 മുതൽ 16 വരെ UDF കേരളം ഭരിക്കുമ്പോഴാണ്. ക്ഷമിക്കണം, നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. ദൈവമേ, ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെഡി ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ നമ്മുടെ കേരളം ഉള്ളിടത്തോളം കാലം ശബരിമല എന്ന ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ട ഒന്നാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അത് LDF ഭരിക്കുന്ന സമയത്താണ് സംഭവിച്ചെന്ന് രേഖപ്പെടുത്തും. മര്യാദയ്ക്ക് അതിന് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവരിടിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെയും വേണ്ട, എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ, എനിക്കൊന്നും അറിയില്ല സാർ. ഒരു 10 മിനിറ്റ് മുമ്പ് ഷിബു ബേബി ജോൺ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു പുതിയൊരു ഫോട്ടോ ഇട്ട്, അത് ബാംഗ്ലൂർ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു. എന്താണ് ഇവർ തമ്മിൽ ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട്, അറിയില്ല. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? അയ്യോ അയ്യോ, ദൈവമേ.